ഹലോ ഓൾ വെൽക്കം ടു ലേണപ്പ്. അപ്പോൾ ലേണപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVSൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റസ്, വയലും വനവും എന്ന ചാപ്റ്ററാണ്. അപ്പം ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഒരണ്ണാനും മീനും തമ്മിലുള്ള ഒരു സംഭാഷണവും അതിൽ ഇടയ്ക്ക് കയറി വരുന്ന ഒരു തവളയുമാണ്. അപ്പം അണ്ണാനോട് മീൻ ചോദിക്കുകയാണ്, നീ ഈ കുളത്തിൽ എൻ്റെ കൂടെ കളിക്കാൻ വരുന്നോ എന്ന്. അപ്പം ഇത് കേട്ട് തവള വിചാരിക്കുന്നു ഈ അണ്ണാൻ വെള്ളത്തിൽ വീണാനുള്ള അവസ്ഥ എന്താണ് എന്ന്. തവള ഇങ്ങനെ കളിയാക്കുന്ന കേട്ടിട്ട് അണ്ണാനും ദേഷ്യം വന്നു. അപ്പം അണ്ണാനാണെ വിട്ടുകൊടുക്കൂ. അണ്ണാനപ്പം ചോദിച്ചു, ദ സ്ക്വിറൽ വാസ് നോട്ട് റെഡി ടു ഗീവ് ഇൻ. ഹി ഹിറ്റ് ഇറ്റ് ബാക്ക്. ക്യാൻ യു ക്ലൈംബ് എ ട്രീ ആൻഡ് ജംപ് എലോങ് ഇറ്റ്സ് ബ്രാഞ്ചസ് ലൈക്ക് ഐ ഡു? അണ്ണാനെ പോലെ ചില്ലകളിൽ ചാടിക്കളിക്കാനും മരത്തിൽ ഓടിക്കയറാനും ഒക്കെ നിനക്കാകുമോ? അപ്പോൾ തവള എന്തു പറഞ്ഞു? Who can dive and turn the water like the fish? The fish are live in or move on land. വെള്ളത്തിൽ ഊളിയിടുവാനും വെട്ടിത്തിരിയാനുമെല്ലാം മത്സ്യത്തെ പോലെ ആർക്ക് കഴിയും? മത്സ്യത്തെ കരയിൽ ജീവിക്കാനും സഞ്ചരിക്കുവാനും കഴിയും. മത്സ്യങ്ങൾ വെള്ളത്തിൽ മാത്രമാണല്ലേ ജീവിക്കുന്നത്. ഹാവ് യു ഒബ്സർവ്ഡ് എ ഫിഷ്? ഡ്രോ ദ പിക്ചർ ഓഫ് എ ഫിഷ്. വാട്ട് ആർ ഇറ്റ്സ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്? ഇത് നിങ്ങൾക്കുള്ള ഒരു ടാസ്ക്കാണ്. ഒരു ഫിഷിൻ്റെ ചിത്രം വരച്ചിട്ട് ആ ഫിഷിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ. സം സ്പെഷ്യാലിറ്റീസ് ഓഫ് ഫിഷ്. ഗിൽസ്. ഫിഷ് യൂസ് ഗിൽസ് ടു ബ്രീത്ത് ഇൻ അണ്ടർ വാട്ടർ. അപ്പോൾ വെള്ളത്തിൽ മത്സ്യങ്ങൾ ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗിൽസുകൾ. ഫൈൻസ്. ഫൈൻ ഹെൽപ്പ് ഫിഷ് ടു സ്വിം ആൻഡ് ബാലൻസ് ഇൻ ദ വാട്ടർ. അപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് നീന്താനും ബാലൻസ് ചെയ്യാനും അവരെ സഹായിക്കുന്നവയാണ് ഫൈൻസ്. നെക്സ്റ്റ് ആണ് സ്കെയിൽസ് ഉണ്ട് അവർക്ക്. സ്കെയിൽസ് പ്രൊട്ടക്ട് ദെയർ ബോഡീസ്, അതായത് ചെതുമ്പലുകൾ. ഫിഷ് ലീവ് ഇൻ ഓഷ്യൻസ്, റിവർ, ലേക്സ് ആൻഡ് പോൺസ്. അതും ഫിഷിന്റെ ഒരു പ്രത്യേകതയാണ്. വേറൊരു പ്രത്യേകതയാണ് അവർ മുട്ടയിടും, ലേ എഗ്സ്. മോസ്റ്റ് ഫിഷസ് ലേ എഗ് ടു റീപ്രൊഡ്യൂസ്. നെക്സ്റ്റ് കോൾഡ് ബ്ലഡഡ് ആണിവ. ഫിഷ് ആർ കോൾഡ് ബ്ലഡഡ്, മീനിങ് ദെയർ ബോഡി ടെമ്പറേച്ചർ മാച്ചസ് ദ വാട്ടർ അറൌണ്ട് ദം. അപ്പോൾ ഫിഷസ് കോൾഡ് ബ്ലഡഡ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് തണുത്ത രക്തമുണ്ട് എന്നല്ല, അവരുടെ ശരീരത്തിലെ താപനിലയും അവരുടെ ആവാസ വ്യവസ്ഥയുടെ താപനിലയും തമ്മിൽ അവർ മാച്ച് ചെയ്താണ് പോകുന്നതെന്നാണ്. എക്സാമിൻ ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ കെയർഫുള്ളി. അപ്പോൾ പുസ്തകത്തിൽ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നന്നായി ഒന്ന് നോക്കുക. ഡു ദേ ഹാവ് എ ഷേപ്പ് ദാറ്റ് ഹെൽപ്പ് ദം മൂവ് സ്വിഫ്റ്റ്ലി ഇൻ ദ വാട്ടർ. അപ്പം ജലത്തിലൂടെ വളരെ വേഗത്തിൽ പോവാൻ ഈ ഒരു ഷേപ്പ് മത്സ്യങ്ങളെ സഹായിക്കുന്നുണ്ടോ? The boat-like shape with a both end and pointed enables the fish to move through water. The fins also help the fish to swim in the water. അപ്പോൾ തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി ജലത്തിൽ സഞ്ചരിക്കുന്നതിന് മത്സ്യത്തിന് സഹായകമാണ്. ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകളല്ലേ മത്സ്യത്തിനുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഒരു ചോദ്യവും അതുപോലെ തന്നെ ഒരു ഉത്തരവും കൊടുത്തിട്ടുണ്ട്. എന്താണ്? ജലത്തിലൂടെ വേഗത്തിൽ പോകുന്നതിന് അനുയോജ്യമായ ആകൃതിയാണോ മത്സ്യങ്ങൾക്കുള്ളത് എന്ന് അങ്ങനെ ചോദ്യം ചോദിക്കുക. അപ്പം അതിന് ആൻസറായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഉത്തരം കൊടുത്ത് തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി ജലത്തിലൂടെ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. ഡു ദേ ഹാവ് ദ ഷേപ്പ് ഓഫ് ദ ഫിഷസ് ഹെൽപ്പ് ദം ടു മൂവ് സ്വിഫ്റ്റ്ലി ഇൻ ദ വാട്ടർ. ദ ബോട്ട് ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് എൻഡ് പോയിന്റഡ് എനബിൾ ദ ഫിഷ് ടു മൂവ് ത്രൂ വാട്ടർ. ദ ഫൈൻസ് ഓൾസോ ഹെൽപ്പ് ടു ഫിഷ് ടു സ്വിം ദ വാട്ടർ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻ ഓർഗാനിസം ഹാസ് സർട്ടൺ പെക്യുലാരിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഇറ്റ് ടു ലീവ് ഇൻ ഡ്വെല്ലിംഗ് പ്ലേസ്. ദിസ് ഈസ് കോൾഡ് അഡാപ്റ്റേഷൻ. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. അതിന് അനുകൂലനം എന്ന് പറയുന്നു. അപ്പം ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് അഡാപ്റ്റേഷൻ അഥവാ അനുകൂലനം എന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ അതർ അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷസ്. അപ്പോൾ മീനിൻ്റെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കുറച്ചും സ്പെഷ്യാലിറ്റീസ് കുറച്ചും കണ്ടുപിടിച്ചായിരുന്നു. ആ ഒരു സ്പെഷ്യാലിറ്റീസ് തന്നെയാണ് അനുകൂലനങ്ങളും അഥവാ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു ചെറിയ കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കും. നെക്സ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം പേപ്പർ കൊണ്ടൊരു ഫിഷ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ ഒരു മാതൃക നോക്കി എല്ലാവരും ഓരോ ഫിഷ് ഉണ്ടാക്കണം. എന്നിട്ട് ഫിഷ് ഉണ്ടാക്കാൻ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ ഫിഷ് ഉണ്ടാക്കുന്ന ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിരിക്കും. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.